Assalamualaikum dear friends, welcome back to Shami's World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന റവയും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആണ്, വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഈ മധുര പലഹാരം നമുക്ക് വേഗം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ മധുരം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കി ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 250 ml കപ്പിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പാലൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പാലിതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് നമുക്ക് അലിഞ്ഞു വരണം. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ പലഹാരം തയ്യാറാക്കുന്നത് റവ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്തതോ വറുത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വിതറി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം അടുത്ത് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതലൊന്നും ചേർക്കാൻ പാടില്ല. ആകെ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ടേബിൾ സ്പൂണാണ്. അതും ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട കെട്ടി പോകും. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചെടുക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇത് ഒന്ന് വെന്ത് വരണം. ഈ റവ ഒന്ന് വെന്ത് വരണം. ഒരു 2 മിനിറ്റ് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലിന് 2 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ചെറിയ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നെയ്യ് വേണമെന്ന് നിർബന്ധമില്ല. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് ഈ റവ ഒന്ന് വെന്ത് വരണം. ഈ റവ ഒന്ന് നമുക്ക് വെന്ത് കുറുകി കിട്ടണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതാ കണ്ടോ, റവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പാലങ്ങ് കുറുകി വറ്റാൻ പാടില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ റവയും പാലും കുറുക്കിയത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് എടുത്തിട്ടുണ്ട്. അത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് മുട്ടയുടെ കുത്തലെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ എടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഏലക്കാപ്പൊടിയാണ്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ട നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയും ഏലക്കാപ്പൊടിയും മിക്സായി വന്നിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച നമ്മുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച മിക്സ് ഇതിലോട്ട് മുഴുവനും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് ഇതും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി മുട്ടയും റവയുടെ മിക്സും കൂടെ നന്നായിട്ട് ഒന്ന് യോജിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നനവ് ഒട്ടും ഇല്ലാത്ത മിക്സി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം ആദ്യം തന്നെ നമ്മൾ നെയ്യ് ബ്രഷ് ചെയ്ത് മാറ്റി വെക്കണം. വീട്ടിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈ പലഹാരം നല്ല സോഫ്റ്റും ഒട്ടും തരിയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നമുക്ക് ഒരു അരിപ്പയിലോട്ട് അരിച്ചൊഴിക്കാം. ചെറിയ ഹോളുള്ള അരിപ്പുണ്ടല്ലോ, അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരം ആവിയായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ ഞാൻ വെച്ചു കൊടുത്തു. ഇനി ഇതിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കാം. സ്റ്റീമറിലൊക്കെ കിട്ടുന്ന തട്ടുണ്ടാവുമല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ആ മിക്സ് ഇതിലോട്ട് വെച്ച് കൊടുക്കുക.
അപ്പം നമ്മുടെ ഈ പലഹാരത്തിന് ആവി കയറ്റുമ്പോൾ വെള്ളം വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ അലുമിനിയം ഫോയിലാണ് വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് വെച്ചാലും ചിലപ്പോൾ വെള്ളം വീഴും. അതിനേക്കാളും നല്ല എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി കൊണ്ട് നമ്മുടെ മൂടി ഒന്ന് മൂടിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ പലഹാരത്തിൻ്റെ മേളിൽ വെള്ളം വീഴില്ല, ആ തുണി തന്നെ ഈർപ്പം വലിച്ചെടുത്തോളും. നമുക്ക് ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ പലഹാരത്തിൽ വീണിട്ടില്ല. കണ്ടോ, നല്ല സോഫ്റ്റാണ്. കാരണം നമ്മൾ തുണി വെച്ച് മൂടിക്കൊടുത്തത് കൊണ്ടാണ് ഒരു തുള്ളി വെള്ളം പോലും വീഴാതെ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 30 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. 30 മിനിറ്റ് കഴിഞ്ഞും വെന്തിട്ടില്ല എങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ നിങ്ങൾ വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് റൂം ടെമ്പറേച്ചറിൽ നല്ലോണം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ ഈ പലഹാരം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കത്തി കൊണ്ട് ഇതിന്റെ സൈഡെല്ലാം നമുക്ക് വിടിയിച്ചു കൊടുക്കണം. അപ്പൊ ഇതാ സൈഡെല്ലാം വിടിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം. അപ്പൊ ഇതാ കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ പിസ്തയും ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.